തറക്കല്ലിട്ട് താക്കോല് കൊടുത്തു എന്നാ നിങ്ങൾ പറഞ്ഞത്. അതെങ്ങനെയാണ്? ഒരു വീട് പണിയുന്നു, തറക്കല്ലിടുക എന്ന് എന്താണ് അർത്ഥം? നിങ്ങൾ കല്ല് വെച്ചു എന്നല്ലേ? കല്ല് വെച്ചാൽ താക്കോല് കൊടുക്കാൻ പറ്റുമോ? അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. മനസ്സിലാകുന്നെങ്കിൽ മനസ്സിലാക്ക്. നിങ്ങൾക്ക് മനസ്സിലാകുന്നെങ്കിൽ മനസ്സിലാക്കിയെടുക്ക്. ഇനി പറഞ്ഞോളൂ. നിങ്ങൾ പറഞ്ഞതിലൊരു അപാകത ഉണ്ടെന്ന് ഞാൻ ചൂണ്ടിക്കാട്ടാൻ ശ്രമിച്ചോളൂ. ആയിക്കോളൂ, അത് ശരി. വസന്ത് പറഞ്ഞത് തറക്കല്ലിട്ട് താക്കോല് കൊടുത്തു. ഞാൻ ചോദിച്ചു തറക്കല്ലിട്ടാൽ ഉടൻ താക്കോല് കൊടുക്കാൻ പറ്റുമോ? തറക്കല്ലിടുക എന്ന് പറഞ്ഞാൽ ഒരു വീടിന് കല്ല് വെക്കുക എന്നല്ലേ അതിൻ്റെ അർത്ഥം? പണി തുടങ്ങുന്നു എന്നല്ലേ അർത്ഥം? പണി തുടങ്ങിയാൽ താക്കോല് കൊടുക്കാൻ പറ്റുമോ ഞാൻ ചോദിച്ചു. ഞാൻ ഇങ്ങനെ ഒന്നുമല്ല ചോദിച്ചത്, നിങ്ങളെ ഒന്ന് ധരിപ്പിച്ചതാണ്. അപ്പോഴത്തേക്ക് നിങ്ങൾ അങ്ങ് തുടങ്ങിയില്ലേ? ഞാൻ എന്താണ് സർ വേണ്ടതേ ശ്രീ ശരത്, തറക്കൽ ഇടുകയും അതിനുശേഷം പണി പൂർത്തീകരിച്ചാണല്ലോ അങ്ങനെ. അതൊന്നും അതിലുണ്ടായിരുന്നില്ല. തറക്കല്ലിട്ട് താക്കോല് കൊടുക്കുക എന്ന് പറഞ്ഞാൽ തറക്കല്ലിട്ട് അത് പൂർത്തീകരിച്ചു എന്നതിന്റെ പ്രയോഗമാണ്. ശരി ശരി, നിങ്ങൾ താക്കോല് കൊടുത്തെങ്കിൽ പണി പൂർത്തിയാക്കി താക്കോല് കൊടുത്തു എന്നല്ലേ സാധാരണ എഴുതുക. തറക്കല്ലിടുമ്പോൾ ഫോട്ടോ ഇട്ട് കാണും. മാസങ്ങൾക്കോ വർഷങ്ങൾക്കോ ശേഷം വീട് പൂർത്തിയാക്കുമ്പോൾ അടുത്ത ഫോട്ടോ ഇട്ട് FB പോസ്റ്റ് ഇട്ട് കാണും. ഈ വ്യത്യാസമൊക്കെ നമുക്കും മനസ്സിലാവുന്നേ. നിങ്ങൾ ഈ വിഷയത്തിലേക്ക് വരാം. നിങ്ങൾ ഈ പഴയ 1000 വീട് നിൽക്കാതെ 20 കോടി പിരിക്കാൻ ഇറങ്ങിയ നിങ്ങൾക്ക് 3 കോടിയെ കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനും നിങ്ങൾ ആളെ കൊണ്ടുവരേണ്ടി വരും. യൂത്ത് കോൺഗ്രസ് പിരിക്കാൻ 2.80 ടാർഗറ്റ് ഇട്ടാൽ നിങ്ങൾക്ക് വെറും 88 ലക്ഷമേ കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞാൽ അതും വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. ആ കണക്ക് ബോധ്യപ്പെടുന്നില്ല എന്നേ ഉള്ളൂ പ്രശ്നം.